എൻ്റെ പേര് മേഘ. എൻ്റെ ഭർത്താവാണിത്. എൻ്റെ ഭർത്താവിൻ്റെ 2 കിഡ്നികളും തകരാറിലാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 9 മാസമായിട്ടുള്ളൂ. ഞങ്ങൾക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഞങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളു. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ ഈ നാട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ എല്ലായിടത്തും അഖിലിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണ്. ഈ നാട്ടിലെ കുഞ്ഞു മക്കളടക്കം ഈ പ്രിയപ്പെട്ട സഹോദരന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. എന്റെ പേര് അഖിൽ. ഇതെന്റെ ഭാര്യയാണ്. എന്റെ 2 വൃക്കകളും തകരാറിലാണ്. ഞങ്ങളുടെ കല്യാണം ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു കിഡ്നി മാറ്റി വെക്കണമെന്നാണ്. ഈ നാടിന് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങളെ കണ്ടതുപോലെ ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് പ്രിയപ്പെട്ട അഖില്. 8 മാസമേ ആയിട്ടുള്ളൂ ആ ചെറുപ്പക്കാരന്റെ വിവാഹം കഴിഞ്ഞിട്ട്. ആ കുടുംബത്തിന്റെ, ആ സഹോദരിയുടെ, അമ്മയുടെ, അച്ഛന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അഖില്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും അഖിലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരാം. നമ്മളെ പോലെയൊക്കെ ഈ ഭൂമിയിൽ കുടുംബത്തോടൊപ്പം ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ ജീവിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ ഇന്ന് മാരകമായ കിഡ്നി രോഗം ബാധിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുത്തിട്ട് ആ ചെറുപ്പക്കാരനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ മകനാണ്. എൻ്റെ മകൻ്റെ ഭാര്യയാണ് ഇരിക്കുന്നത്. അവർ കല്യാണം കഴിഞ്ഞ് 9 മാസമായിട്ട്. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എൻ്റെ മോൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളാകെ വിഷമം. ഞങ്ങളുടെ അമ്മാവൻ്റെ ജീവിതം, എൻ്റെ മോക്കടെ ജീവിതമാണ്. തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽ വാർഡ് 6 താമസിക്കുന്ന അഖിൽ എന്ന് പറയുന്ന കേവലം 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലാണ് പ്രിയപ്പെട്ടവരെ 2 വൃക്കകളും തകരാറിലായി എത്രയും വേഗം വൃക്ക മാറ്റി വെക്കുവാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു സങ്കടം എന്തെന്ന് നിങ്ങൾക്ക് അറിയോ? അഖിലിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 9 മാസമേ ആയിട്ടുള്ളൂ. നിങ്ങൾ ഈ സഹോദരിയെ കണ്ടോ? അഖിലിന്റെ വിവാഹം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് അഖിലിന് ഇങ്ങനെ ഒരു വൃക്കരോഗമുണ്ട് എന്നുള്ളത് ഇവരറിയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയും വേഗം വൃക്ക മാറ്റിവെച്ചാലേ അഖിലിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. 25 വയസ്സ് മാത്രമേ അഖിലിന്റെ ഭാര്യക്കുള്ളൂ. അവര് ജീവിച്ച് കൊതി തീർന്നില്ല എന്ന് ഈ വീഡിയോ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട്. ഈ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കണം, ആരും കൈവെടിയരുത്. ഭീമമായ തുക വേണം പ്രിയപ്പെട്ടവരെ ഈ ഒരു സഹോദരന്റെ ചികിത്സക്കായി. ഞാൻ തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാൻ, പേര് അബ്ദുൾ ഷാന. എൻ്റെ ഡിവിഷൻ എടച്ചിറ 9ാം ഡിവിഷനാണ്. ഇവിടെ എൻ്റെ തൊട്ടടുത്തുള്ള ഡിവിഷനാണ് ഈ 6ാം ഡിവിഷൻ. ഈ ഡിവിഷനിലെ അഖിലെന്ന ഒരു ചെറുപ്പക്കാരൻ 2 വൃക്കകളും തകരാറിലായി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. അദ്ദേഹത്തിൻ്റെ വൃക്ക മാറ്റിവയ്ക്കുന്നതിനുള്ള പണം സ്വരൂപിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ആളുകൾ പല ഇടങ്ങളിലും ബന്ധപ്പെടുകയും ചെറിയ തോതിലുള്ള എമൗണ്ടുകളൊക്കെ കിട്ടിയിട്ടുള്ളതുമാണ്. ഈ ചെറുപ്പക്കാരൻ്റെ ഈ ചികിത്സയ്ക്കായി നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പുറമെ നിന്നുള്ള ആളുകളും എല്ലാം സഹായിച്ചാൽ മാത്രമേ ഈ സഹോദരൻ്റെ ഈ തുടർ ചികിത്സയ്ക്ക് ഉള്ള ഫണ്ട് സ്വരൂപിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ തൃക്കാക്കര നഗരസഭയിലെ 6ാം ഡിവിഷൻ കൗൺസിലറാണ്. എൻ്റെ ഡിവിഷനിലാണ് അഖിൽ താമസിക്കുന്നത്. അഖിലിനെ ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന ഒരു കുട്ടിയാണ്. ഏറ്റവും നല്ലൊരു പാട്ടുകാരനാണ്. ആ പാട്ടുകാരൻ നമുക്ക് എല്ലാവർക്കും അവനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. തൃക്കാക്കര മുനിസിപ്പൽ ചെയർപേഴ്സണാണ്. ഞാനിവിടെ നിൽക്കുന്നത് 6ാം വാർഡിലാണ് തൃക്കാക്കരയുടെ. ഇവിടെ അഖിൽ എന്ന് പറയുന്ന ഒരു പയ്യന് 2 വൃക്കകളും തകരാറിലായി. അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. വളരെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ സ്വമനസ്സുകളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. ധാരാളം പണം ചെലവാകുന്ന ഒരു സർജറിയിലൂടെ മാത്രമേ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ സാധിക്കുള്ളൂ. അതിനുവേണ്ട സഹായം എല്ലാ നല്ല മനുഷ്യരുടെ പക്കൽ നിന്നുണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാട് മുഴുവൻ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് കേവലം 32 വയസ്സ് മാത്രം പ്രായമുള്ള
അഖിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കുവാനാ പ്രിയപ്പെട്ടവരെ. ഇരു വൃക്കകളും തകരാറിലായി, ചികിത്സിക്കാൻ പണമില്ലാതെ, വൃക്കകൾ മാറ്റിവെക്കുവാൻ പണമില്ലാതെ നമ്മുടെ മുൻപിൽ കൈനീട്ടുന്ന ആ ചെറുപ്പക്കാരനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണേ. അഖിലിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 9 മാസമേ ആയിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ. തന്റെ വിവാഹ ജീവിതം തുടങ്ങി 1.5 മാസം കഴിഞ്ഞ സമയത്താണ് തനിക്ക് വൃക്കരോഗം പിടിപെട്ടു എന്നുള്ളത് അറിയുന്നത്. 25 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരിയായ ഭാര്യയെ വിധവയാക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരും വിട്ടുകൊടുക്കരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ തുക, ഒരു 10 രൂപയാണെങ്കിലും ഒരു 10 രൂപ നിങ്ങൾ അഖിലിന് വേണ്ടി നൽകണേ എന്ന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇത്തരം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ അഖില് ഈ നാടിന് എത്ര പ്രിയപ്പെട്ടവനാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു ചെറുപ്പക്കാരനാണ്. തന്റെ വാക്കുകൾ കൊണ്ട്, തന്റെ ശബ്ദം കൊണ്ട് ഒരുപാട് പ്രേക്ഷകരെ നേടിയെടുത്ത ഒരു യുവഗായകന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വേണം ഒന്ന് ചേർത്ത് പിടിക്കാൻ. ആരും കൈവടിയരുതേ, എല്ലാവരും ഒന്ന് ചേർത്ത് പിടിക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.